കാട്ടാനശല്യം അതിരൂക്ഷമായ ഇടുക്കി ചിന്നക്കനാലിലെ വനംവകുപ്പ് RRT പ്രവർത്തിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഏറുപടക്കം മാത്രം ഉപയോഗിച്ചാണ് രാവും പകലും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനകളെ തുരത്തുന്നത്. ഇതോടെ പ്രതിസന്ധിയിലാകുന്നത് സാധാരണക്കാരായ നാട്ടുകാരാണ്. നമസ്കാരം. ചിന്നക്കനാൽ RRTയിലുള്ള അറിയിപ്പാണ്. 80 ഏക്കർ പാൽവാടിന് താഴത്തെ ഭാഗം ചക്കക്കൊമ്പ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പണിയുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ച് പണിയേണ്ടതാണ്. ആനകൾ എവിടെയാണ് നിൽക്കുന്നതെന്ന കൃത്യമായ വിവരം വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ RRT നൽകുന്നുണ്ട്. എന്നാൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനകളെ ഉൾവനത്തിലേക്ക് സ്ഥിരമായി തുരത്താൻ കഴിയുന്നില്ല. സന്ദേശം ലഭിച്ചാൽ ഉടൻ ഏലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ സ്വയരക്ഷാർത്ഥം മാറി നിൽക്കണം. രാത്രിയിലെല്ലാം വന്ന് ചെടിയെല്ലാം നശിപ്പിക്കും. പിന്നെ നമ്മൾ ഒരാൾ 10-30 മണിക്കാർ പണി ഇപ്പം എത്ര രൂപ മെനക്കെട്ടണ 10-30 പേരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ആന ശല്യം കാരണം ജീവിക്കാനേ പറ്റത്തില്ല എന്നുള്ളതാണ്. രായും പകലും ഇത് തന്നെ പരിപാടി. മെസ്സേജ് ഒന്നും വന്ന് എന്തായാലും ഞങ്ങളെല്ലാവരും പണിക്കാരും കയറ്റിക്കൊണ്ട് മോളിൽ പോന്നു. எப்பயுமே வருதுப்பா, வாரத்துக்கு ஒரு தடவை வந்துடுது. வேலையெல்லாம் கெட்டு போதில்ல. കഴിഞ്ഞ 10 വർഷത്തിനിടെ 46 പേരാണ് കാട്ടാന ആക്രമണത്തിൽ ചിന്നക്കനാലിൽ മരിച്ചത്. അക്രമകാരികളായ കാട്ടാനകളെ പിടിച്ചുമാറ്റണമെന്ന ആവശ്യമുയർന്നപ്പോൾ അരിക്കൊമ്പനെ മാത്രം നാടുകടത്തി. പിന്നീടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് RRT രൂപീകരിച്ചത്. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറും വനംവകുപ്പ് ജീവനക്കാരും വാച്ചർമാരും ഉൾപ്പെടുന്ന സംഘം. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ ദേവികുളം റേഞ്ചിൽ പര്യാപ്തമായ RRT അല്ല പ്രവർത്തിക്കുന്നത്. ആനകളെ തുരത്താനുള്ള തോക്കുകൾ ഇവരുടെ കൈവശം ആവശ്യത്തിനില്ല. രാത്രിയിൽ ഉപയോഗിക്കാൻ മതിയായ വെളിച്ച സംവിധാനവുമില്ല. 9 താൽക്കാലിക വാച്ചർമാർക്ക് ശമ്പളം മുടങ്ങുന്നതും പ്രതിസന്ധിയാവുന്നുണ്ട്. ഇതൊക്കെ പരിഹരിക്കണമെന്ന ആവശ്യം കാലങ്ങളായി ഉയരുന്നുണ്ടെങ്കിലും ഒരു പരിഹാരവും കാണുന്നില്ല. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.